ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം. ശ്ലോകം 46. യാവാനാർത്ഥ ഉദപാനീ സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. വിവർത്തനം. ഒരു കൊച്ചുകുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയ ഒരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായതെന്തും അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നതുകൊണ്ട് നേടാവുന്നതാണ്. ഭാവാർത്ഥം. വൈദിക സാഹിത്യത്തിന്റെ കർമ്മകാണ്ഡ വിഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചടങ്ങുകളും യജ്ഞങ്ങളുമെല്ലാം ക്രമികമായ ആത്മസാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളവയാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ ഉദ്ദേശ്യമെന്തെന്ന് ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സർവപ്രപഞ്ചത്തിനും മൂലകാരണമായ കൃഷ്ണനെക്കുറിച്ച് ബോധമുളവാക്കലാണ് വേദപഠനത്തിന്റെ ഉദ്ദേശ്യം. ഭഗവത്ഗീത 15-ാം അധ്യായം 15-ാം ശ്ലോകം ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആത്മസാക്ഷാത്കാരമെന്നാൽ കൃഷ്ണനെയും കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധത്തെയും കുറിച്ച് അറിയുകയാണ്. ജീവാത്മാക്കൾക്ക് കൃഷ്ണനോടുള്ള ബന്ധത്തെയും ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ സ്പർശിക്കുന്നുണ്ട്. ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ അംശങ്ങൾ തന്നെ. അതുകൊണ്ട് വ്യക്തിഗത ജീവാത്മാവിൽ കൃഷ്ണാവബോധത്തിന്റെ പുനരുദ്ധാരണമാണ് വൈദിക വിജ്ഞാനത്തിന്റെ പരമകാഷ്ഠ. ഭാഗവതത്തിൽ 3:33-7 പറയുന്നതനുസരിച്ച് അഹോബദ ശുഭജോതോഷ്ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം തേ പുസ്തപസ്ഥേ ജുഹുവു സസ്നുരാര്യ ബ്രഹ്മാനുചൂർണാമ ഗൃണന്തിയേതേ. ഭഗവാനെ, അവിടുത്തെ തിരുനാമം സദാ ജപിക്കുന്നവൻ ചണ്ഡാലകുലത്തിലാണ് പിറന്നതെങ്കിൽ കൂടി ആത്മസാക്ഷാത്കാരത്തിന്റെ അത്യുന്നത നിലയിലെത്തിയിരിക്കുന്നു. അത്തരമൊരാൾ എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും സ്നാനം കഴിച്ച ശേഷം പലതവണ വൈദിക സാഹിത്യങ്ങൾ വായിക്കുകയും വേദനിർദ്ദിഷ്ടങ്ങളായ സകല തപോയജ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. അയാൾ ആര്യന്മാരിൽ ഉത്തമനായി കരുതപ്പെടും. കേവലം ചടങ്ങുകളിൽ തന്നെ പിടിച്ചു തൂങ്ങാതെ വേദങ്ങളുടെ ഉദ്ദേശ്യമെന്തെന്ന് ഗ്രഹിക്കാൻ തക്ക ബുദ്ധിശക്തി മനുഷ്യനുണ്ടാവണം. കൂടിയ ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടി സ്വർഗലോകത്തിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുകയും വേണം. വേദോക്ത ക്രിയകളിൽ നിർദ്ദിഷ്ടങ്ങളായ നിബന്ധനകൾ അനുസരിക്കുന്നതിനും വേദാന്തവും ഉപനിഷത്തുക്കളും ഉൾക്കൊള്ളുന്ന പ്രമാണങ്ങളെല്ലാം പഠിക്കുന്നതിനും ഇക്കാലത്തെ സാധാരണ മനുഷ്യന് സാധ്യമല്ല. വേദോദിഷ്ടമായതെല്ലാം നിറവേറ്റാൻ ഒട്ടേറെ സമയവും ശക്തിയും ജ്ഞാനവും വിഭവങ്ങളും ആവശ്യമുണ്ട്. ഇന്ന് അതെല്ലാം അസാധ്യമാണ്. എന്നാൽ പതിതാത്മാക്കൾക്കെല്ലാം വിമോചകനായ ശ്രീ ചൈതന്യ മഹാപ്രഭു ഉപദേശിക്കുന്നത് പോലെ ഭഗവാന്റെ തിരുനാമം ഉരുവിടുന്നത് കൊണ്ട് തന്നെ വൈദിക സംസ്കാരത്തിന്റെ പരമോദ്ദേശ്യം നിറവേറ്റപ്പെടും. ഒരു വിശിഷ്ട വേദപണ്ഡിതനായ പ്രകാശാനന്ദ സരസ്വതി ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിക്കുകയുണ്ടായി, അങ്ങ് വേദാന്ത സിദ്ധാന്തം പഠിക്കുന്നതിനു പകരം ഒരു വികാരജീവിയെപ്പോലെ ഭഗവൻ നാമം പാടിക്കൊണ്ട് നടക്കുന്നതെന്തിനാണ് എന്ന്. മറുപടി ഇതായിരുന്നു, എന്റെ ഗുരുവിന് ഞാനൊരു പരമവിഡ്ഢിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കൃഷ്ണ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊള്ളാൻ ഉപദേശിച്ചു. അങ്ങനെ ചെയ്ത് ഞാനൊരു ഭ്രാന്തനെ പോലെ വികാരാവിഷ്ടനായി. ഈ കലിയുഗത്തിൽ ജനങ്ങൾ പ്രായേണ മൂഢന്മാരാണ്. വേദാന്തം മനസ്സിലാക്കാൻ വേണ്ടുന്നത്ര വിദ്യാഭ്യാസം അവർക്കില്ല. വേദാന്തത്തിന്റെ പരമോദ്ദേശ്യം അപരാധമന്യേ ഭഗവൻ നാമം ഉരുവിടുന്നത് കൊണ്ട് തന്നെ നിറവേറുന്നുണ്ട്. വൈദിക ജ്ഞാനത്തിന്റെ ഉച്ചകോടിയാണ് വേദാന്തം. അതിന്റെ സൃഷ്ടാവും ജ്ഞാതാവും കൃഷ്ണ ഭഗവാൻ തന്നെ. ഭഗവത് നാമജപത്തിൽ പരമാനന്ദം കൊള്ളുന്നവനാണ് ഉത്തമനായ വേദാന്തി.
വൈദിക രഹസ്യത്തിന്റെ അന്തിമ ലക്ഷ്യം അതാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.